ഗൈസ്, സോ ടുഡേ ഇസ് ഡേ 2. നമ്മളുള്ളത് ഇന്നലത്തെ റിസോർട്ട് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു ഹൈക്ക് ഉണ്ട്, പിന്നെ ബോട്ടിംഗ് ഉണ്ട്, ഫാം വിസിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചായ അടിക്കാൻ പോവാം. കുറച്ച് നടക്കാനുണ്ട്. എല്ലാവരും ഉറങ്ങിണീച്ച് അങ്ങനെ പോവാണ്. അപ്പോൾ നമുക്ക് ചായ അടിക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്: ടോസ്റ്റഡ് ബ്രെഡ് ഉണ്ട്, ബട്ടർ ജാം, ദെൻ ഓംലെറ്റ്, പുട്ടുണ്ട്, കടലക്കറി, ഇഡ്ലി സാമ്പാർ, ആൻഡ് കട്ട് ഫ്രൂട്ട്സ് ആൻഡ് സം പുഴുങ്ങിയ പഴം, എന്താ ചട്നി, പൂരി ഭാജി ഉണ്ട്, ദെൻ കോൺഫ്ലേക്സ് വേണ്ടവർക്ക് കോൺഫ്ലേക്സ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, ഫ്രഷ് ജ്യൂസ്, നൈസ് ബ്രെഡ്. ദേ ഹാവ് ടീ ആൻഡ് കോഫി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്പ്രെഡാണ്. വാട്ട് യു ഹാവിങ്? ചോക്കോസ് വിത്ത് മിൽക്ക് ആൻഡ് വിതൗട്ട് ഷുഗർ. ഹൈക്കിന് പോവാണ്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ്സ് ഹൈക്ക് ചെയ്താൽ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അടിപൊളിയാണ്. സോ വി ആർ ഗോയിങ് ദേർ. നമ്മൾ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ പോയി ഇതാ അവിടെ എത്തണം തോന്നുന്നു. 5 മിനിറ്റ്സ് ഹൈക്കുന്ന പറഞ്ഞ പോയി നോക്കാം. അതെ, വ്യൂ അടിപൊളിയാണ്. 70 ഏക്കർ എന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഇത് മൊത്തം റിസോർട്ടിൻ്റെ പ്രോപ്പർട്ടിയിൽ പെടുന്നതാണ്. ഇതിൽ ഫാം വരുന്നുണ്ട്, കയാക്കിങ് വരുന്നുണ്ട്, ബോട്ടിങ് ആക്ടിവിറ്റീസ് എല്ലാം ഇത് ഈ ഒരു മൊത്തം ഏരിയയിലാണ് വരുന്നത്. അവിടെയാണ് നമ്മൾ ഇന്നലെ ചെയ്ത ആക്ടിവിറ്റീസൊക്കെ ഇല്ലേ അത്. സോ സി അവിടെ റൂമുകളുണ്ട്. അവിടെ ഒരു റൂം. ഇറ്റ്സ് പ്രിറ്റി ഹ്യൂജ് വ്യൂ. സോ വർത്ത് ദ ഹൈക്കാണ്. ഇവിടെ ചത്ത് കിടക്കുന്നു. എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട്? ഹായ്, പേര് പറയും. കാർത്തിക്കാണ് നമ്മളെ ഗൈഡ്. ഇവിടെ വരെ എത്തിച്ച കാർത്തിക്കാണ്. സംസാരിക്കാൻ കഴിയുന്നില്ല. കുറച്ചേ ഉള്ളൂ സംഭവം. പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് വെയിൽ വന്നുപോയി. മോർണിംഗ് വരുവാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും. നല്ല കോടയൊക്കെ ഉണ്ടാവും. വ്യൂ ഇസ് ആക്ച്വലി റിയലി ഗുഡ്. നമ്മൾ ഹൈക്ക് കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോകാൻ പോയിട്ട് നമുക്ക് ആക്ടിവിറ്റീസ് എന്താ പറയുക, കയാക്കിംഗ് ഉണ്ട്, ബോട്ട് റൈഡ് ഉണ്ട്, ഫാം വിസിറ്റ് ചെയ്യണം, പിന്നെ റെയിൻ ഡാൻസ് ഉണ്ട്. ഒക്കെ പോയി നമ്മൾ അടിച്ച് പൊളിച്ചിട്ട് വരാം. ഇനി അമ്മനെയും കൂട്ടി വന്നപ്പോഴത്തേനും ഇവിടെ 2 ആൾക്കാർ ഫുട്ബോൾ കളിക്കുന്നത്. ഇല്ല പോയി കഴിഞ്ഞു. ഇനി നമുക്ക് ഫാമിലോട്ട് പോവാം. ഇതിലേ അങ്ങനെ ഇതും ഇറക്കുവാണോ പഠിച്ചോനെ? ഏലത്തോട്ടാണ്. നമ്മളിതാ ഏലക്കായ ഉണ്ട്. ഇതുമല്ലിതാ ചെറിയ കായ് കണ്ടോ, ഏലക്കായ്. ഇത് മൊത്തം ഇതിൻ്റെ ചെടിയാ. ഇതിൻ്റെ ഇല മണം ഉണ്ടാവോ? അത്ര മണമൊന്നുമില്ലല്ലോ. ഇല മണല്ല, കായ് നമുക്ക് മണത്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ കായ്. ഇതിൻ്റെ പൂവ് നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ പൂവ് കാണാൻ. വാവ്, ഏലക്കായ്. ലെറ്റ്സ് സ്മെൽ ദിസ്. അടിപൊളി സ്മെല്ല്. വാവ്, നല്ല സ്ട്രോങ് മണല്ലേ. ഉണങ്ങിയതിനേക്കാളും മണത്തിന് കേട്ടോ. ഭംഗിയായി തോട്ടം കഴിഞ്ഞതിൽ ഇങ്ങനെ പോയാൽ നമുക്ക് ഫാമിലെത്താം. ഇവിടെ ഉള്ള ഏരിയ നല്ല ഭംഗിയുണ്ട്, നല്ല പച്ചപ്പൊക്കെ ആയിട്ട്. അവിടെ ഒരു കുതിര. Now let's go. ഇതിലേ അങ്ങനെ പോവാം. ഇത് നമ്മൾ നേരത്തെ ഹൈക്ക് ചെയ്താൽ കുന്നോന്ന് തോന്നുന്നു കണ്ടിട്ട്. ശരിയാ, അവിടുന്ന് ഈ സാധനം കണ്ടിട്ടുണ്ടായിരുന്നു, കമ്പി. നല്ല ഭംഗിയുണ്ട് കാണാൻ. പോയി നോക്കാം. എൻട്രൻസ് ഇതിലെങ്ങനെ പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫാം. എന്ത് ഭംഗിയാണ് കാണാൻ. താറാവും അരയന്നങ്ങളും ആണെന്ന് തോന്നുന്നു. ബേസിക്കായിട്ട് അരയന്നത്തിനെ പിടിക്കാൻ പോകുന്നുണ്ട്. ഞാനും കയറി നോക്കട്ടെ. അല്ല സോറി. ഇതാ അരയന്ന, ഈ കളറില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. 2 അരയന്നും അത് താറാവുങ്ങളോ. ഇവിടെ ഇങ്ങൾക്കില്ലൊരു കുഞ്ഞി കുളമൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പേടിച്ചു പോയെന്ന് തോന്നുന്നു. കൊത്തോടും കേട്ടോ ചിലപ്പോൾ. നല്ല ഭംഗിയുണ്ടല്ലേ അമ്മ കാണാൻ. പോണോക്കി. ഹായ്. പശുക്കളുണ്ട് ഇവിടെ. 4 പൈക്കൾ.
എന്ത് പറ്റി രമണ? ഇമ്മ പേടിയാവുന്നേ. അതൊന്നും ചെയ്യൂലേ. ചെലപ്പോ പറയാൻ പറ്റില്ല, കുത്തും. ഇതാണ് ജമുന പ്യാരി. ഹായ് ഹായ്, നല്ല ഭംഗിയുണ്ടല്ലേ ഇതിനെ കാണാൻ. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്റെ ചെവി കണ്ടോ, ഭയങ്കര ലോങ് ആണ്. പക്ഷെ മുയലാണെന്ന് തെറ്റിദ്ധരിച്ചത് മുയലല്ല. പഠിച്ചോനെ, ഗിന്നിപ്പന്നികൾ ഭയങ്കര ക്യൂട്ടാണല്ലോ. നല്ല രസമുണ്ട് കാണാൻ അല്ലേ. ഭയങ്കര മണം, വെരി ക്യൂട്ട്. കുറേ ഉണ്ട് അല്ലേ. ഈ മുയലുണ്ട് മേലെ തായായിട്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എൻ്റെ കൂട് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ അവിടെ കോഴികളുണ്ട്. പിന്നെ ദാ ഇവിടെ എമു, 2 എമു. ഹായ്, ഹലോ. ഇത് കുട്ടിയാ അല്ലേ? ഇതിൽ വലുപ്പം നോക്കില്ല. നീക്കി നീക്കി നീ നീ ഇവിടെ ഇവിടെ നീക്കി. ഓയ് 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 ഓയ്. ഇതിൻ്റെ വാട്ടർ ആക്ടിവിറ്റീസ് വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് കയാക്കിങ്, ഇങ്ങനെ ബോട്ടിങ് ഒക്കെ ഉണ്ട്. ഏലക്കായൻ്റെ മരം ഉണ്ട് ഇവിടെ, നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, നല്ല കായ് പിടിച്ചിട്ടുണ്ട്. തുരുതുരുങ്ങനെ ഉണ്ടായി അവിടെയും ഇവിടെയൊക്കെ നിറയെ. കയാക്കിങ്ങിന് പോകുന്നത്. ഇവിടെ കയാക്കിൻ്റെ സെക്ഷനും അപ്പുറത്ത് ബോട്ടിൻ്റെ സെക്ഷനും ഉണ്ട്. കയാക്കിങ്ങിന് പോവാ. ആർ യു റെഡി? എങ്ങോട്ടാ പോണേ? ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ബോട്ട് സർവീസും കയാക്കിംഗ് സർവീസൊക്കെ ഉണ്ട് ഒരു ഏരിയ ആണ് കേട്ടോ അത്. അപ്പോൾ അവരിങ്ങനെ ചങ്ങാടം, ഞാൻ പല റിസോർട്ടിൽ പോയിട്ടുണ്ട്, ചങ്ങാടം റയറായിട്ട് കാണാം. ഇങ്ങനെ പോയി. ഇറ്റ് വാസ് റിയലി നൈസ്. നമ്മളെ വെള്ളത്തിന്റെ മേൽ കൂടെ പോകുന്ന പോലെ. പേടി ഇതായിരുന്നു. ആ ചങ്ങാടം, കയാക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, ചങ്ങാടായിരുന്നു അല്ലേ. അത് പല റിസോർട്ടിലും പോയിട്ടുണ്ട്. അതെ, ഒരുവിധ റിസോർട്ട് പോയിട്ടുണ്ട്. അതിലൊക്കെ ചങ്ങാടം റയറാ കണ്ടിട്ടുള്ളൂ. പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നൈസ് എക്സ്പീരിയൻസ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്രൂവ്ഡ് അല്ലേ. ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സോ അല്ലെ ഫാമിലി ഒക്കെ ആയിട്ട് വരികയാണ്, എന്റർടൈൻ ചെയ്യാൻ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. 2 ദിവസമൊക്കെ സുഖമായിട്ട്. ഡോർമെട്രി അവൈലബിൾ കേട്ടോ. ആ പണിക്കാരടുത്തുനിന്ന് ചാച്ച എന്തൊക്കെയോ എടുത്ത് വരുന്നുണ്ട്. നോട്ടെ, ഹാ ഞണ്ട്, കുഞ്ഞു ഞണ്ട്. അത് നോട്ടെ, മീന് ചത്തതാ. ആയിട്ട് വരികയാണ്. ഇവിടെ ഒരു പ്ലേയിങ് ഏരിയ സെറ്റ് ആക്കിയിട്ടുണ്ട്. ക്യാരംസ്, ലുഡോ, ടേബിൾ ടെന്നീസ് ഒക്കെ ആയിട്ട്. പിന്നെ പുറത്ത് ഇവിടെ റെയിൻ ഡാൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ പോയ ആക്ടിവിറ്റി ഏരിയ ഉണ്ട്. അങ്ങനെ അങ്ങനെ ഒരു പാർട്ടി ഏരിയ. ഇവിടെയാണ് നല്ല ക്യാമ്പ് ഫയർ ഉണ്ടായിനെ. ഏക്കോ സ്ഥലമില്ലേനോണ്ട് തന്നെ പല ടൈപ്പ് ഫ്രൂട്ട്സിൻ്റെ ട്രീ ഉണ്ട്. ഇതിപ്പോൾ ഇവിടെ മാംഗോസ്റ്റനാണ്. പിന്നെ അപ്പുറത്ത് ആപ്പിൾ ചാമ്പ കണ്ടില്ലോ, അങ്ങനത്തെ കുറേ ചിക്കു, നമുക്ക് പേരറിയാത്ത കുറേ ടൈപ്പ് സാധനങ്ങളുണ്ട്. ഇത് പറഞ്ഞ ആപ്പിൾ ചാമ്പൻ്റെ ട്രീ, നല്ല വലിയ ചാമ്പക്ക, വലിയ വലിയ ആപ്പിൾ ചാമ്പ, നല്ല റെഡ് കളറായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളിവിടുന്ന് പറിച്ച ആപ്പിൾ ചാമ്പ. ഇതിന്റെ ആദ്യ മോള്, ഇത് ഇവിടുന്ന് പറിച്ച ആദ്യ മോള്. ഇതൊക്കെ ചോക്കാം. റിവർ ക്രോസിങ്ങിന്റെ ഓപ്ഷൻസും ഉണ്ട്. അവിടെ വരെ പോയിട്ട് ഇതാ ഇങ്ങനെ തിരിച്ചു വരാം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഗ്രീൻബർഗിലെ സ്റ്റേ കഴിഞ്ഞു, നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇറ്റ് വാസ് റിയലി നൈസ്. വി ആർ റിയലി സാറ്റിസ്ഫൈഡ്. നല്ല രസമുണ്ട്. ഹോസ്പിറ്റാലിറ്റി, ഫുഡ് മെയിൻ ആയിട്ട് നല്ല അടിപൊളി, ലൈക്ക് പെർഫെക്റ്റ് മീൽ. സ്റ്റാർട്ടർ തൊട്ടിട്ടല്ലേ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളിവിടുന്ന് പോവാണ്. നെക്സ്റ്റ് നമ്മൾ മൂന്നാറിലോട്ടാണ് പോകുന്നത്. അത് വേറെ വീഡിയോ ആയിട്ട്. നോട്ട് ഇടുക്കി, കുളമാവ്. കുളമാവിലെ ഗ്രീൻബർഗ് റിസോർട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ മൂന്നാറിന്റെ തിരക്കൊന്നും ഇല്ലാണ്ട് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ പ്രോപ്പർട്ടി. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.